ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു ക്ലെയിം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ആ ക്ലെയിം എങ്ങനെയാണ് ശരിയാക്കിയത്, എങ്ങനെയാണ് നമുക്കതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ, അതുപോലെ ഈ ലെഫ്റ്റ് ഫ്രണ്ട് ഗ്ലാസ് ഒരു പോസ്റ്റിൽ പോയി ഇടിച്ചിരുന്നു, ജിയോയുടെ ഒരു ടെലിഫോൺ പോസ്റ്റിൽ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. താങ്ക് യു. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു തട്ടി നമ്മളെ വണ്ടിക്കൊക്കെ സാധാരണ റോഡുകളിലൂടെയൊക്കെ ഇറങ്ങുമ്പം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ ഈ റോഡുകളാണല്ലേ തട്ടും. ഇടുങ്ങിയ റോഡിൽ ഒരു വാഗണാറിന് സൈഡ് കൊടുത്തതാണ്. അപ്പോൾ വാഗണാറിന് സൈഡ് കൊടുത്ത സമയത്ത് നമ്മുടെ വൈകുന്നേരം ഒരു 6:30 സമയമായിരുന്നു. അപ്പം വിസിബിലിറ്റി അത്ര ഇല്ലായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് ബമ്പറിൽ, അതുപോലെ ലെഫ്റ്റ് ഗ്ലാസ്സിന് ചെറിയ തട്ടി. ഇപ്പോൾ ഗ്ലാസ് കുറച്ച് പൊട്ടി ഇരിക്കുകയായിരുന്നു. അതുപോലെ ബമ്പറിനും, ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം, ബമ്പറും നന്നായിട്ട് ഉരഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ ഈ വണ്ടിക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഈ വണ്ടി നമ്മൾ 4ാമത്തെ വർഷത്തിലേക്ക് കടന്നെങ്കിലും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് നിലനിർത്തിയത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇളവ് എനിക്ക് കിട്ടി. ഞാൻ പുറത്തുനിന്നാണ് ചെയ്തത്. ഓറിയൻ്റൽ ഇൻഷുറൻസ് ആയിരുന്നു, പുറത്തുനിന്ന് ചെയ്തതാണ്. 12,500 സംതിങ് ആണ് ഞാൻ അന്ന് ഈ ഒരു ഇൻഷുറൻസിന് വേണ്ടി ചിലവാക്കിയത്. അപ്പോൾ അത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസിലേക്ക് 7,500 സംതിങ്ങിലേക്ക് എനിക്ക് വേണമെങ്കിൽ മാറായിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ എന്തോ ബമ്പർ ടു ബമ്പർ എടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഈ ഒരു സർവീസ് സെൻറ്ററിൽ പോയി എനിക്ക് എടുക്കാൻ കാര്യം. എനിക്കതിൻ്റെ ഫുള്ളായിട്ട് തുക ഇനിയും 2 ആഴ്ച കഴിയുമ്പോഴേക്കും, 2 ആഴ്ച കഴിയുമ്പോഴേക്കും എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞത്. ഒരു 1,800 രൂപ അവർ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. 1,800 രൂപ നമുക്ക് കുറച്ചിട്ടാണ് തരുന്നത്. പിന്നെ നമ്മൾ ഈ പോളിഷിൻ്റെ ക്യാഷും കുറച്ചിട്ട് ഒരു 19,000 രൂപയാണ് അക്കൗണ്ടിൽ കയറേണ്ടത്. ഇനി എത്രയാണ് കയറുകയെന്ന് എനിക്ക് അറിയില്ല. നമ്മളിപ്പോൾ ഒരു ക്ലെയിം ചെയ്താൽ എത്ര കയറിയത്, 1,800 കട്ട് ചെയ്ത് ബാക്കിയെല്ലാം കയറിയോ, ബമ്പർ ടു ബമ്പറിൻ്റെ കാര്യമാണ് പറയുന്നത്, ബാക്കി മുഴുവനായിട്ട് കയറിയോ എന്നുള്ള കാര്യവും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ക്ലെയിമുകളൊക്കെ, ചെറിയ ക്ലെയിമുകളൊക്കെ വന്നെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് എന്തൊക്കെയാണ് നേരിടേണ്ടി വന്നത്, അതുപോലെ ടാറ്റ സർവീസ് സെൻറ്ററിലെ അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലെയിം, നമുക്കൊക്കെ ഈ ബമ്പറിനൊക്കെ ക്ലെയിം വളരെ സാധാരണയാണ്. ബമ്പറും ചിലപ്പോൾ ബോണറ്റും ഒക്കെ ക്ലെയിം ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ ഡോറുകൾ ക്ലെയിം ചെയ്യേണ്ടി വന്നേക്കാം, ഡിക്കി ക്ലെയിം ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ആ ഒരു സർവീസ് സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു വണ്ടി ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു പോസ്റ്റിന് തട്ടിയെന്ന് കരുതുക. അപ്പോൾ നമ്മൾ വേറെ വണ്ടിക്ക് പോയി തട്ടാം, അതുപോലെ വേറെ ആളുകൾക്ക് പോയിട്ട് എന്തെങ്കിലും തട്ടാം. ഒക്കെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കെയർഫുള്ളായിട്ട് സ്പീഡ് കുറച്ച് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എത്ര സേഫായിട്ട് ഡ്രൈവ് ചെയ്താലും ചിലപ്പോൾ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്ത്, അപ്പോൾ നമ്മൾ എവിടെയാണോ വണ്ടി തട്ടിയത് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് നോക്കേണ്ടത് കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ വേറെ വണ്ടികളായിട്ട് ചെറിയ തട്ടൊക്കെ തട്ടിന്ന് വരിക. ഇപ്പോൾ നമ്മളെ ഫ്രണ്ട് ബമ്പറിൽ, അല്ലെങ്കിൽ ഗ്ലാസ്, സൈഡ് മിറർ, ഇവിടെയൊക്കെ ചെറിയ തട്ടലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് പിന്നെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടിടേണ്ടി വരും, 2 ആഴ്ച പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. ഇതിനകത്ത് വലിയ പ്രശ്നങ്ങളാണ് പിന്നീട്. അതായത് നിങ്ങൾ ഇതിൻ്റെ വണ്ടിയുടെ പുറകെ തന്നെ ഒരാഴ്ചയെങ്കിലും നടക്കേണ്ടി വരും. അപ്പോൾ 2 പേരും ഒരു സമാധാനത്തോടെ, 2 വണ്ടിയുടെ വാഹനങ്ങളുടെ ആളുകളും നമ്മൾ ബഹളം ഒച്ചയൊന്നും ഉണ്ടാക്കാതെ, എന്തായാലും ആക്സിഡൻ്റ് അല്ലേ, അപ്പോൾ നിങ്ങൾ വളരെ സമാധാനത്തോടെ ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അപ്പം നിങ്ങളിപ്പം എതിർ വാഹനത്തിൻ്റെ ആളുകളാണെങ്കിലും 2 പേരും ഇത് ഒത്തുതീർപ്പാക്കി അവിടുന്ന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പണമോ കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് അവിടെ തന്നെ ഒത്തുതീർപ്പാക്കി പോവുകയാണ് ഏറ്റവും നല്ലത്. ഇനി എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു റോഡിലൂടെ കയറുന്ന സമയത്ത് ഒരു വാഗണാറിന് സൈഡ് കൊടുത്തപ്പോഴാണ് ഈ വൈകുന്നേരത്തെ 6:30 സമയമായിരുന്നു, വിസിബിലിറ്റി കറക്റ്റായില്ലായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾക്ക് കണ്ടായിരുന്നു ഞാൻ നേരത്തെ. ഗ്ലാസ്സിന് തട്ടി, അതുപോലെ ബമ്പറിനും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അന്ന് തന്നെ അപ്പോൾ തന്നെ ഞാൻ അവിടെ ആ സമയത്ത് എനിക്ക് വണ്ടിയെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് അടുത്ത് തന്നെയാണ് സർവീസ് സെൻറ്റർ, ആകെ ഒരു 1/2 കിലോമീറ്റർ മാത്രം ദൂരെ ഉള്ളായിരുന്നു. അപ്പോൾ സർവീസ് സെൻറ്ററിൽ പോയി അവിടെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വരുന്ന സമയത്ത്, അതായത് ഇങ്ങനൊരു ക്ലെയിമായിട്ട് വരുന്ന സമയത്ത്
നിങ്ങൾ എന്ത് ചെയ്യണം? RC ഒറിജിനൽ, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒറിജിനൽ, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, അതുപോലെ നമ്മുടെ ഒറിജിനൽ ഇൻഷുറൻസ്, ഇത്രയും സാധനങ്ങൾ, ഈ 4 സാധനങ്ങളുമായിട്ട് നിങ്ങൾ വണ്ടിയായിട്ട് ശനിയാഴ്ച, ഒരു വെള്ളിയാഴ്ചയാണ് സംഭവിച്ചത്, ശനിയാഴ്ച വന്നിട്ട് വാഹനം അവിടെ ഇടാൻ പറഞ്ഞു. കാരണം പാർട്സ് ഇവിടെ ലഭ്യമല്ല, പാർട്സ് വരണം, പാർട്സ് വരാൻ കുറച്ച് സമയം എടുക്കും. അവർ 5-6 ദിവസം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ പാർട്സ് വന്നിട്ട് ശരിയാക്കാനുള്ളത്. പിന്നെ ബമ്പർ ആയതുകൊണ്ട്, ബമ്പർ നമ്മുടെ ഈ വാഹനങ്ങളുടെയൊക്കെ എനിക്ക് തോന്നുന്നു പഞ്ചിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, ഒരേ കളറിലുള്ള ബമ്പറാണ് വരുന്നത്, ബ്ലാക്ക് ആണ് വരുന്നത്. അത് നമ്മുടെ വണ്ടിയുടെ കളറിലേക്ക് അവർ പെയിൻറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരാവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ച് സമയം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി പിറ്റേ ദിവസം ശനിയാഴ്ച വന്നു. ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട്, ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. ഒറിജിനൽ RC, ഒറിജിനൽ ലൈസൻസ്, അതുപോലെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫോട്ടോ. അത് പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഒറിജിനൽ ഇൻഷുറൻസ് ഞാൻ ഓറിയൻ്റലാണ് എടുത്തത്. ബമ്പർ ടു ബമ്പർ ആണെങ്കിൽ അത്, ബമ്പർ ടു ബമ്പർ ആണെങ്കിലാണല്ലോ ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ക്ലെയിം സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നു. അങ്ങനെ ഞാൻ വണ്ടി ശനിയാഴ്ച കഴിഞ്ഞ 18-ാം തീയതി ആയിരുന്നു അവിടെ ഇട്ടു. എന്നിട്ട് ഞാൻ പാർട്സ് വരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. അവർ 5-6 ദിവസം എന്നാണ് പറഞ്ഞത്. ഇവർ ബമ്പറിൻ്റെ ഒക്കെ ബമ്പർ ഒരു 2-3 ദിവസം കൊണ്ട് വന്നു. ഇനി അതിന് മുന്നേ ആയിട്ട് ഈ ഇൻഷുറൻസിൽ നിന്ന് അവിടെ സർവേർ വന്ന് നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യും. ഈ 2022 മോഡലായിരുന്നു വണ്ടി. അപ്പം ഞാൻ ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ 4-ാം വർഷം ബമ്പർ ടു ബമ്പറാണല്ലോ എടുത്തത്. അപ്പോൾ അവരവിടെ പോകുമ്പോൾ നമ്മളൊരു പഴയ വണ്ടി സെക്കൻഡ് ഓണറിലേക്ക് മാറുന്ന സമയത്ത് വണ്ടിയുടെ ചേസിസ് നമ്പറിൻ്റെ ഫോട്ടോ, വണ്ടിയുടെ എൻജിൻ്റെ ഫോട്ടോ, ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ പേരിലേക്ക് ഇൻഷുറൻസ് മാറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങളൊരു പഴയ വണ്ടി, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് ഇൻഷുറൻസ് മാറ്റുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അത് ബമ്പർ ടു ബമ്പർ ആണെങ്കിലും ഫുൾ കവർ ആണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആണെങ്കിലും എന്തായാലും നിങ്ങളുടെ പേരിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഈ സർവേർ വന്ന് നോക്കണം. സർവേർ പിറ്റേ ദിവസം തന്നെ, ശനിയാഴ്ച വണ്ടി ഇട്ടു, തിങ്കൾ ചൊവ്വയായിട്ട് സർവേർ വന്ന് നോക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർവേർ ചേസിസ് നമ്പറൊക്കെ വെച്ച് നോക്കി ഇതേ വണ്ടി തന്നെയാണോ, ഇൻഷുറൻസ്ഡ് വണ്ടി തന്നെയാണോ ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ അവർ ചെക്ക് ചെയ്യും. ആദ്യം സർവേർ വന്ന് നോക്കും. എന്നിട്ട് ഈ ബമ്പറൊക്കെ നേരത്തെ വന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ബമ്പറിൻ്റെ പാർട്സ് എത്തി. ബമ്പറിൻ്റെ പാർട്സ് അവർ പിന്നെ നമ്മുടെ ഈ വണ്ടിയുടെ കളറിലേക്കൊക്കെ അടിച്ച് ക്ലീനാക്കി വെച്ചു, അത് ഉണക്കാൻ വെച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് പോയിട്ട് നോക്കുന്നുണ്ടായിരുന്നു വണ്ടി. കാരണം സൈഡിൽ നിന്ന് ഞാൻ രാവിലെ നടക്കാൻ പോകുന്ന വഴിക്ക് ഈ സർവീസ് സെൻറ്ററിന് അതിലൂടെ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ വണ്ടി കാണാൻ പറ്റിയ, വണ്ടി യാർഡിൽ കിടക്കുന്നുണ്ടായിരുന്നു 2-3 ദിവസം. പിന്നെ ഞാൻ അവരെ ഇടയ്ക്ക് പ്രഷർ ചെയ്തു, എനിക്ക് എല്ലാ ദിവസവും വണ്ടി വേണം. ആക്ച്വലി എനിക്ക് എല്ലാ ദിവസവും മിക്കവാറും ദിവസമൊക്കെ വണ്ടിയിൽ ഓട്ടം ഉണ്ട്, ചെറിയ ദൂരമാണെങ്കിലും ഓടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം അവർ വന്ന് പാർട്സ് എല്ലാം വന്നിട്ടില്ല. പാർട്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ ബമ്പറിൻ്റെയൊക്കെ പണി, പെയിൻ്റ് അടി എല്ലാം കഴിഞ്ഞു. പാർട്സ് എപ്പോൾ വന്നോ അന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 10 ദിവസം, കറക്റ്റ് 10-ാം ദിവസമാണ് വണ്ടി എനിക്ക് കിട്ടിയത്. വണ്ടി കറക്റ്റ് കൈ കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം ക്ലീനാക്കി പിന്നെ ഒക്കെ തന്നു. പിന്നെ ഇതിന് അവർ ഒരു എക്സ്ട്രാ എന്ന് വെച്ചാൽ അവർ ഒരു പോളിഷും കൂടെ ചെയ്യും. 2200 രൂപയായി പോളിഷ്. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് മൊത്തം, എനിക്ക് ക്യാഷ്ലെസ് ക്ലെയിം അല്ലായിരുന്നു. അതായത് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് 1-2 ആഴ്ചയ്ക്കാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കയറുക. 23,042 രൂപയായി മൊത്തം. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഇൻവോയ്സ്, ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് ബമ്പർ, പിന്നെ ബോട്ടം ഗ്രില്ല്, ഹെഡ്ലാമ്പ്, പിന്നെ ബ്രാക്കറ്റ്, ഹെഡ്ലാമ്പിൻ്റെ ബ്രാക്കറ്റ്, ഹോൺ, ഹൈറ്റോൺ, അങ്ങനെ മൗണ്ടിങ്, അതിൻ്റെ ചെറിയൊരു മൗണ്ടിങ് ഒക്കെ മാറ്റം ഉണ്ടായിരുന്നു, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ചെറിയ പ്രോബ്ലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തു. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ ലേബർ ചാർജായിട്ട് 11,361 രൂപ എടുത്തു. 11,361. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും, ഇപ്പം മാരുതിയുടെയോ ഇനിയിപ്പോൾ ടാറ്റ ആണെങ്കിലും ഹ്യൂണ്ടായി ആണെങ്കിലോ ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലത്തിന് എത്രയായി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. 23,042 രൂപയായി, നിങ്ങൾക്ക് എത്ര രൂപയായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിത്ര 23,042 രൂപയായി. അപ്പോൾ എനിക്ക് ഇന്നലെയാണ് വണ്ടി കൈ കിട്ടിയത്. അപ്പോൾ ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞ് അയാളെ ഒന്ന് വിളിക്കാനാണ് പറഞ്ഞത്. ഒരു അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഇതായിരുന്നു. പിന്നെ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. അവർ 10 ദിവസം എനിക്ക് എടുത്തു. നിങ്ങൾക്ക് എത്ര ദിവസം എടുത്തെന്ന് മറ്റുള്ള വാഹന ബ്രാൻഡുകളിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം, ഇത്ര ഒരു പണിക്ക്, അതായത് ബമ്പറും
ഹെഡ് ലാമ്പും കൂടെ പോയ ഒരു വാഹനത്തിന് നിങ്ങൾക്ക് എത്ര ആയി എന്നുള്ള കാര്യം ഒന്ന് മെസ്സേജ് അയക്കുക. ഞാൻ ഈ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എത്രയായി എന്നുള്ളതൊന്നൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ക്യാഷ്ലെസ് ക്ലെയിം ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്ര സമയത്തിനുള്ളിലാണ് ക്യാഷ് വന്നത് എന്നുള്ള കാര്യവും ക്ലെയിം ചെയ്യുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത്രയും സാധനങ്ങൾ ഞാനീ പറഞ്ഞ RC ബുക്കിൻ്റെ ഒറിജിനൽ, അതുപോലെ ലൈസൻസിൻ്റെ ഒറിജിനൽ, പിന്നെ ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ ഒറിജിനൽ, പിന്നെ ബാങ്ക് അതായത് നമ്മുടെ ആ ബാങ്കിലേക്ക് ക്യാഷ് കയറണമല്ലോ, ആ ബാങ്കിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ ഫോട്ടോ, ഇത്രയും സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒറിജിനൽ പാസ്ബുക്ക് കയ്യിലെടുത്താലും മതി. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ഒരു കാര്യം എനിക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ആക്സിഡൻറ്റ് വന്നാൽ വളരെ ശ്രദ്ധിച്ച് സേഫായിട്ട് ഓടിക്കുക. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കഴിവതും വേറൊരു കാരണം ഉണ്ടെങ്കിൽ പറഞ്ഞു ഒതുക്കാൻ ശ്രമിക്കുക. കാരണം കേസിന് പോയി കഴിഞ്ഞാൽ വലിയ വയ്യാവേലിയാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കൊരു സാറ്റിസ്ഫാക്ടറി ഫീലാണ് തന്നത്. പൊതുവായ 10 ദിവസം വണ്ടി എനിക്ക് കിട്ടിയില്ല. ആ സമയത്ത് ഞാൻ വേറെ വാഹനങ്ങളിലും ബസ്സിലും ട്രെയിനിലും വേറെ കാറുകളിലൊക്കെ ആയിട്ട് പോകേണ്ടി വന്നു എൻ്റെ ജോലിക്ക് വേണ്ടി. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന് വാഹന സംബന്ധമായിട്ടുള്ള ഇങ്ങനെ ചെറിയ കാര്യങ്ങളും പുതിയ വാഹനങ്ങളുടെ പരിചയപ്പെടുത്തലൊക്കെയാണ് ഞാൻ ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എപ്പോഴാണ് എനിക്ക് ഈ ഒരു പൈസ കയറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.